നിങ്ങൾ ദിവസവും 7.5 മണിക്കൂറിൽ കുറച്ച് ഉറങ്ങുന്നവരാണ്. സമയം ലാഭിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആരോഗ്യവും ഉൽപാദന ശേഷിയും ഭാവിയും അപകടത്തിലാക്കുകയാണ്. ഉറക്കക്കുറവ് ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു, നമ്മളുടെ പ്രതിരോധ ശേഷി കുറയ്ക്കുന്നു, പ്രായം വേഗത്തിൽ കൂട്ടുന്നു, ദീർഘകാല രോഗങ്ങൾക്ക് നമ്മളെ അടിമകളാക്കും. ആരോഗ്യം മാത്രമല്ല, ഉറക്കക്കുറവ് ജോലിയിൽ നമ്മളുടെ പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുന്നു, നമ്മളുടെ സൃഷ്ടിപരമായ ചിന്തകൾ ക്ഷയിപ്പിക്കുന്നു, നമ്മുടെ സാമ്പത്തിക നിലയെപ്പോലും തകർക്കുന്നു. വിശദാംശത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയി രേഖപ്പെടുത്തുക. ഇനി ഉറക്കവും ഉൽപാദനക്ഷമതയും എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നോക്കാം. ഉറക്കം കുറയുന്നത് നമ്മുടെ ജീവിത വിജയത്തെ ബാധിക്കുന്നു. ഉറക്കം സമയനഷ്ടമല്ല, അത് ശരിക്കും ഒരു നിക്ഷേപമാണ്. അത് ഓർമ്മകളെ ഉറപ്പിക്കുന്നതിനും വികാരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിനും വ്യക്തതയോടെ വെല്ലുവിളികളെ നേരിടുന്നതിനും നമ്മളെ സഹായിക്കുന്നു. ഉറക്ക ചക്രങ്ങളുടെ ശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഉറക്കത്തിൻ്റെ ഗുണങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് നമ്മളെ സഹായിക്കും. ഒരു രാത്രി ഒരു മനുഷ്യൻ ശരാശരി 5-90 മിനിറ്റ് വീതമുള്ള ഉറക്ക ചക്രങ്ങളിലൂടെ കടന്നു പോകും. ആദ്യം വരുന്ന ചക്രങ്ങളിൽ ഡീപ്പ് സ്ലീപ്പ് കൂടുതലായിരിക്കും. ഡീപ്പ് സ്ലീപ്പ് ശരീരം റിപ്പയർ ചെയ്യുന്നു, എനർജി പുനഃസ്ഥാപിക്കുന്നു, പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നു. പിന്നീട് വരുന്ന റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് ഓർമ്മ, പഠനം, പ്രശ്നപരിഹാരം എന്നിവയെ ശക്തിപ്പെടുത്തുന്നു. ഈ ചക്രങ്ങൾ അഥവാ സൈക്കിളുകൾ നഷ്ടപ്പെടുമ്പോൾ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രതിരോധ ശേഷി നഷ്ടപ്പെടും. സംസ്കാരങ്ങളിലുടനീളം വിശ്രമം വിശുദ്ധമായി കണക്കാക്കപ്പെട്ടിരുന്നു. പുരാതന ആചാരങ്ങളിലും ആധുനിക ശാസ്ത്രങ്ങളിലും ഈ സന്ദേശം വളരെ ക്ലിയറാണ്. വിശ്രമം ശക്തിയാണ്. നേതാക്കൾക്കും കായിക താരങ്ങളും നവോത്ഥാന നായകരും ഉറക്കം അവരുടെ രഹസ്യം ആയുധമാണ് എന്ന് തിരിച്ചറിയും. ഉറക്കത്തിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കി ഇനി നല്ല ഉറക്കത്തിന് നമുക്ക് ശീലിക്കാൻ പറ്റുന്ന ശീലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഞാൻ എന്നെ സഹായിക്കുന്ന 8 ശീലങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. 1. സ്ഥിരമായിട്ടുള്ള ഉറക്കക്രമം പാലിക്കുക. ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്യുക. അത് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ആണെങ്കിൽ പോലും. 2. ശാന്തമായ ഒരു ബെഡ് ടൈം റുട്ടീൻ ഉണ്ടാക്കുക. വായന, ധ്യാനം, സ്ട്രെച്ചിങ് എന്നിവ ശരീരത്തിന് വൈൻഡിങ് ഡൗൺ സിഗ്നൽ നൽകുകയും നമ്മളെ പെട്ടെന്ന് ഉറക്കത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. 3. സ്ക്രീൻ ടൈം കുറയ്ക്കുക. ഉറങ്ങുന്നതിന് ഒരു 30-60 മിനിറ്റ് വരെ മുമ്പ് ഫോൺ, ലാപ്ടോപ്പ്, TV എന്നിവ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഈ ഉപകരണങ്ങളിൽ നിന്ന് വരുന്ന ബ്ലൂ ലൈറ്റ് മെലറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും നമ്മളുടെ സ്ലീപ്പിനുള്ള ടെൻഡൻസിയെ മാറ്റി നിർത്തുകയും ചെയ്യും. 4. കോഫി, മദ്യപാനം എന്നിവയുടെ ഉപയോഗം നിയന്ത്രിക്കുക. കോഫി ഉറക്കത്തിന് അല്ലെങ്കിൽ കിടക്കാൻ പോകുന്നതിന് 6 മണിക്കൂർ മുമ്പെങ്കിലും അവസാനിപ്പിക്കുക. മദ്യം ഡീപ്പ് സ്ലീപ്പിനെ ഒരുപാട് ബാധിക്കും. 5. സുഖകരമായ ഉറക്കാന്തരീക്ഷം ഉണ്ടാക്കുക. ഇരുണ്ട, ശാന്തവും തണുത്തതുമായ മുറി ആണ് ഉറക്കത്തിന് നല്ലത്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മാട്രസും പില്ലോയും ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 6. പകൽ വെളിച്ചം ലഭ്യമാക്കുക. നമ്മുടെ സർക്കേഡിയം റിതത്തിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട് പകൽ വെളിച്ചം വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ആവശ്യപ്പെടുമ്പോഴെല്ലാം പകൽ വെളിച്ചം അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് എല്ലാം അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുക. 7. നിത്യവും വ്യായാമം ചെയ്യുക. ഇത് ഉറക്കത്തെ സഹായിക്കുന്നു. ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കഠിനമായ എക്സസൈസുകൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക.
എട്ടാമതായും അവസാനമായും പകലുറക്കം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 20 മുതൽ 30 വരെയുള്ള ഷോർട്ട് നാപ്പ് നമ്മളെ റിഫ്രഷ് ചെയ്തേക്കാം. പക്ഷേ ദീർഘ നാപ്പ് രാത്രി ഉറക്കത്തിന് നമ്മളെ ഒരു തടസ്സമായി മാറാം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്നു മുതൽ നമുക്ക് വിവേകത്തോടെ തിരഞ്ഞെടുക്കാം. ഡിസ്ട്രാക്ഷൻസ് മാറ്റിവെക്കാം. ശരീരത്തിൻ്റെ വിശ്രമ ആവശ്യത്തെ ബഹുമാനിക്കാം. ഉറക്കം ജീവൻ നിലനിർത്തുന്ന ഒരു ഉപാധി മാത്രമല്ല, വിജയത്തിന് അനിവാര്യമായ ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കാം. നല്ലവണ്ണം ഉറങ്ങാം. എല്ലാ ദിവസവും ഉന്മേഷത്തോടെ ഉണരാം. ജീവിത വിജയങ്ങൾക്കായി തയ്യാറെടുക്കാം.